قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء وحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഏതാനും മാതാപിതാക്കളും ഏതാനും ഭാര്യമാരും എന്നെ ഫോണിൽ വിളിച്ചും അല്ലാതെയും സംസാരിക്കാനിടയായി. അവരുടെ വിഷമങ്ങളാണ് അവർ പറഞ്ഞത്. അവരുടെ വിഷമങ്ങളെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ചിലരുടെ മക്കൾ ഒരു കുറച്ച് നാളുകളായി അള്ളാഹുവിനെ നിഷേധിക്കുന്നു. ചിലരുടെ ഭർത്താക്കന്മാർ കഴിഞ്ഞ കുറേ നാളുകളായി പടച്ച തമ്പുരാനെ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ ആയിഷ ബീവിയെ പ്രവാചകൻ 6 വയസ്സിൽ കല്യാണം കഴിച്ചത് ശരിയല്ല എന്ന് പറയുന്നു. മതം വിട്ടവരെ കൊല്ലണമെന്നാണ് ഇസ്ലാമിലെ നിർദ്ദേശം. അതുപോലെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സുഹൃത്തുക്കളാക്കാൻ പാടില്ല എന്നതാണ് ഖുർആനിൻ്റെ നിർദ്ദേശം. ഇങ്ങനെ പല കാര്യങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത്. നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. നമസ്കരിക്കുകയോ നോമ്പെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അവരൊക്കെ. മദ്രസാ വിദ്യാഭ്യാസമാണെങ്കിൽ നല്ല മദ്രസാ വിദ്യാഭ്യാസവും ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. പലരും പറഞ്ഞുകൊണ്ട് കരയുന്നു. കാരണം വളർത്തി വലുതാക്കി, ആ വളർത്തലിൻ്റെയും വലുതാക്കലിൻ്റെയും ഒക്കെ ഭാഗമായി ധാരാളം പ്രാർത്ഥനകൾ ആ പ്രപഞ്ചനാഥനോട് അവർ നടത്തിയിട്ടുണ്ട്. അവസാനമായപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ നിഷ്ഫലമാക്കുന്ന രൂപത്തിൽ ഇവർ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെ, സൃഷ്ടാവിനെ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു എന്ന് വരുമ്പോൾ ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഏതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളവും അത് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഞങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കതിന് കൃത്യമായൊരു മറുപടി കൊടുക്കാനൊന്നും കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു തൃപ്തികരമായ മറുപടി ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് അവർ പലരും ഉന്നയിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളതും എൻ്റെ മുൻപിലിരിക്കുന്ന ആളുകളോട് പറയാനുള്ളതും, നമ്മൾ വിചാരിക്കുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങളിൽ പോയതുപോലെ നമുക്കിനി മുന്നോട്ട് പോവുക സാധ്യമേ അല്ല. ഞാനത് പല ഖുതുബകളിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്.
കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ആരെയും പേടിപ്പിച്ചോ കണ്ണുമിഴിച്ച് കാണിച്ചോ ഒന്നും ഈ മതത്തിലെന്നല്ല എവിടെയും നിർത്താൻ കഴിയില്ല. കാരണം എല്ലാ വിവരങ്ങളും എല്ലാ ഡേറ്റകളും അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ട് ആരിൽ നിന്നും ഒന്നും മറച്ചു പിടിച്ച് നമുക്ക് ആരെയും എവിടെയും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, ഞാൻ പറഞ്ഞു, പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങൾ മാതാപിതാക്കൾ, പേരൻസ് എന്ന് പറയുന്ന നമ്മൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ചും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചും, അതിൻ്റെ വാചികമായ കാര്യങ്ങളാണ് ഹദീസിൽ നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ചൊക്കെ സാമാന്യമൊരു ധാരണ, അതിനൊക്കെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധാരണയും, ഇപ്പോൾ നാസ്തികർ ഉയർത്തിവിടുന്ന ഇത്തരം ചോദ്യങ്ങൾ അതിൻ്റെ ബുദ്ധിപരമായ, യുക്തിപരമായ, ഖുർആനികമായ, ഇസ്ലാമികമായ ഉത്തരങ്ങളും ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഇതിൻ്റെയൊക്കെ വസ്തുത എന്താണ് എന്നൊക്കെ മാതാപിതാക്കളായ നമ്മൾ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇവരെ എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് ഉത്തരം അവിടെ നിന്ന് തരും, ഇതിൻ്റെ ഉത്തരം ഇവിടുന്ന് തരും എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ ഫോൺ നമ്പർ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ കുറച്ച് സമയം അതിന് കണ്ടെത്തണം. നമുക്ക് അതല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പം ഇതിനകം. ഖുർആനും സുന്നത്തുമല്ലാത്ത, ഇസ്ലാമല്ലാത്ത ഏത് കാര്യത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ഐൻസ്റ്റീനാണ്, നമ്മൾ ആ വിഷയത്തിൽ ഐസക് ന്യൂട്ടനാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അബൂജഹലാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് മക്കൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുന്നു. മക്കൾ ഒരു പരിധിവരെ മക്കളുടെ വിധി അതാണെങ്കിൽ അതങ്ങനെ തന്നെ ആകും. നമ്മളതിന് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടത് എൻ്റെ ബാധ്യത നിർവഹിച്ചുവോ എന്ന കാര്യത്തിൽ മാത്രമാണ്. അതിനൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്തെല്ലാം വിവരങ്ങൾ നമ്മൾ ഈ ലോകത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മൾക്കിന്നുള്ള സാമ്പത്തിക ശേഷിയും നമുക്കിന്നുള്ള സൗകര്യങ്ങളും ഒന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഉണ്ടായതല്ലല്ലോ. ഇതുപോലെ നാളെ പരലോകത്ത് അനശ്വരമായ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി പ്രവേശിക്കാൻ നമുക്ക് കനിഞ്ഞു നൽകിയ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും ഒക്കെ ഒന്നും പഠിച്ചു എന്ന് വിചാരിച്ചു ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു മുഫസ്സിർ ആകണമെന്നോ ഒരു ഖുർആൻ വ്യാഖ്യാതാവാകണമെന്നോ അല്ല. ഒരു മിനിമം സാമാന്യ ധാരണ അതിനെക്കുറിച്ച് നമുക്ക് വേണം. നമുക്കിപ്പോൾ ഉള്ള ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നിസ്കരിക്കാനറിയാം, നോമ്പെടുക്കാനറിയാം, പിന്നെ അങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ധാരണകളാണ് നമുക്കുള്ളത്. അതിനപ്പുറം വിശുദ്ധ ഖുർആനിനെ എങ്ങനെ സമീപിക്കണം, വിശുദ്ധ ഖുർആൻ എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, സുന്നത്തിനെ എങ്ങനെ സമീപിക്കണം, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നൊക്കെ ഒരു സാമാന്യ ധാരണ നമുക്കുണ്ടാകണം. എന്നിട്ട് നമ്മളത് പഠിക്കുകയും നമ്മൾ നമ്മുടെ മക്കളുമായി ആരോഗ്യകരമായി സംവദിക്കുകയും ചെയ്യണം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ മാർഗം. നമ്മളല്ലാതെ പള്ളിയുടെ ഉസ്താദിനെയോ സംഘടനയുടെ നേതാവിനെയോ കൊണ്ടുപോയി പിടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സംവദിക്കണം. അതിൻ്റെ വശം ഇന്നതാണ്, അതിൻ്റെ ന്യായം ഇന്നതാണ്, അതിൻ്റെ സത്യം ഇന്നതാണ് എന്ന് നമുക്ക് പറയാവുന്നിടത്തോളം നമ്മൾ പറയണം. ഇന്നിതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടത്തേതുപോലെയല്ല. ഇംഗ്ലീഷ് കൂടി അറിയാമെങ്കിൽ പറയാൻ വേണ്ട, നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ധാരണകൾ, ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അറബി ഭാഷ അറിയാമെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ, എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. അതിന് നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം നമ്മൾ ആരാധനകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളുടെ മുമ്പിൽ ജീവിതത്തിൽ സത്യസന്ധത, വിശ്വസ്തത, നീതിബോധം പോലെയുള്ള ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഉയർന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അവർക്ക് മാതൃകയാകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളല്ലാതെ നമസ്കരിക്കും, നോമ്പ് പിടിക്കും, ഹജ്ജ് ചെയ്യും, ഖുർആൻ പാരായണം ചെയ്യും, അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ അതല്ലാത്ത രംഗത്ത് മൂല്യങ്ങൾ കൈവിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ആരാധനക്ക് വേണ്ടി മാത്രം ആണോ ജീവിതം, ഈ ഒരു ആരാധന കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണോ ദൈവം എന്ന് മക്കൾ ചിന്തിച്ചു പോയാൽ
സമൂഹം ചിന്തിച്ചു പോയാൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആരാധനകൾ കൊണ്ട് മാത്രം തൃപ്തി അടയുന്ന ഒരു ദൈവസങ്കല്പം ഇസ്ലാമിലില്ല. പൂജകളിലൂടെയും വഴിപാടുകളിലൂടെയും നിവേദ്യ സമർപ്പണങ്ങളിലൂടെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ദൈവസങ്കല്പമല്ല എവിടെ ഉണ്ടായാലും ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ സമഗ്ര മണ്ഡലങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനാണ്. സൂക്ഷ്മതയോടുകൂടി ആരാധിക്കാനല്ല, ആരാധനയോടൊപ്പം സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇനി നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഇതാണ് ഇസ്ലാമിൻ്റെ മർമ്മം. അപ്പോൾ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. പ്രധാനമായിട്ടും സത്യസന്ധത, വിശ്വസ്തത, നീതിബോധം. ഇത് ഖുർആൻ ഉയർത്തുന്ന ഏറ്റവും വലിയ മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളാണ് സമൂഹത്തിന് ആവശ്യം. ഈ മൂല്യങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സമാധാനപൂർണമായ ജീവിതത്തിന് ആവശ്യം. അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അഥവാ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവരിൽ ഇത്തരം ചിന്തകൾ ആരെങ്കിലും സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെയല്ല. എൻ്റെ മാതാപിതാക്കൾക്ക് ഈ മൂല്യബോധം ലഭിച്ചത് ഈ ഒരു ബോധ്യത്തിൽ നിന്നാണെന്നുള്ള ബോധം അവർക്കുണ്ടാകും. ഇതാണ് ആവശ്യം. അല്ലാതെ ആരെയും കണ്ണുകെട്ടി കണ്ണുമൊഴിച്ച് കാണിച്ച് എന്തെങ്കിലും പെപ്പടി കാണിച്ചൊന്നും ആരെ ഒന്നും എവിടെയും നിലനിർത്താൻ പറ്റുന്ന ഒരു ലോകത്തോ ഒരു സാമൂഹ്യ സാഹചര്യത്തിലോ ഒരു വേൾഡ് ഓർഡറിലോ അല്ല നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും കരഞ്ഞിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല. ഈ സംഗതികളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 9-ാം വയസ്സിൽ കല്യാണം കഴിച്ച കാര്യവും, അതുപോലെ തന്നെ ഖുർആനിൽ മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്നു, കാഫിറുകളെ കൊല്ലാൻ പറയുന്നു, ജൂത ക്രൈസ്തവരോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ സുഹൃത്തുക്കളാക്കാൻ പാടില്ല, അങ്ങനെ ഖുർആനിൽ പ്രശ്നങ്ങളുണ്ട്, ഹദീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത്തരം കാര്യങ്ങളിൽ സംശയമുണ്ടായാൽ ന്യായമായും അത് തീർത്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ന്യായമായും അവർക്ക് നമ്മൾ മറുപടി പറയണം. മറുപടിയല്ല, അതവരെ ബോധ്യപ്പെടുത്തണം. അതിൻ്റെ വസ്തുത എന്താണ്, ഖുർആനിൽ അത് സംബന്ധമായിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ലോജിക്ക്, എന്താണ് അതിൻ്റെ റീസണിങ്, യുക്തി എന്താണ് എന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ വന്നിട്ട് നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളായാലും മക്കളായാലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ അതിനും നമ്മൾ എന്ത് വേണം? പഠിക്കണം. മാതാപിതാക്കൾ പഠിക്കണം. ഉസ്താദ് പഠിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്, ഖുത്ബ നടത്തുന്ന ഖത്തീബ് പഠിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഓരോ പേരൻസും പഠിക്കണം. പഠിച്ച് ഈ വിഷയങ്ങളിൽ അവരോട് അതിൻ്റെ യുക്തി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം, അതിൻ്റെ ന്യായം പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതേസമയം ദൈവത്തിലേ വിശ്വാസമില്ല, അതിൻ്റെ ഭാഗമായി ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും ഇതൊക്കെ തെറ്റാണ്, ഹദീസിൽ പ്രശ്നങ്ങളുണ്ട്, ഖുർആനിൽ പ്രശ്നങ്ങളുണ്ട്, നബി 6-9 വയസ്സിൽ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നൊക്കെ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്ന ഒരാളോട് അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. മറുപടി കൊടുത്ത് നമ്മൾ സമയം കളയേണ്ടതുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ നിരാകരിക്കുന്ന ഒരുത്തനോട് നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞാൽ അവനത് തൃപ്തിയാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവനിഷേധിയെ പ്രവാചകൻ തിരുമേനിയെ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഖുർആനിൽ കാഫിറുകളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അത് വെറുതെ പാഴ്വേലയാണ്. അതവന് തിരിയില്ല, തിരിഞ്ഞാലൊട്ട് തിരിഞ്ഞു എന്ന് സമ്മതിക്കുമില്ല. പിന്നെ എന്തിനാ സമയം കളയണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവരോട് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ മുഹമ്മദ് ബിൻ അബ്ദുള്ളയല്ല കല്യാണം കഴിച്ചത്. ഇനി 9 വയസ്സിലായാലും 15 വയസ്സിലായാലും 16 വയസ്സിലായാലും കഴിച്ചത് അറേബ്യയിലുള്ള ഒരു മുഹമ്മദ് ബിൻ അബ്ദുള്ളയല്ല. മുഹമ്മദ് ബിൻ അബ്ദുള്ള ആയിരുന്നു ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതെങ്കിൽ ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് മുഹമ്മദുർ റസൂലുള്ളയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ളക്ക് ബന്ധം അള്ളാഹുമായിട്ടാണ്. അല്ലാതെ കേവലം മക്കയിലെ ഒരു മുഹമ്മദ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് 2024 അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമോ ആരെങ്കിലും? ആരും ചർച്ച ചെയ്യൂല. അപ്പോൾ ഈ മുഹമ്മദുർ റസൂൽ, ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ആയിഷ ബീവിയുടെ ഭർത്താവ് വെറും മുഹമ്മദ് അല്ല,
പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ബന്ധം അള്ളയുമായിട്ടാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പ്രശ്നങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ 1400 കൊല്ലത്തിന് ശേഷം ആ ഇവർ പറയുന്ന പോലെ ഗോത്ര സമൂഹത്തിൽ ജീവിച്ച ഒരു മനുഷ്യനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിനാണ് 2024 വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയട്ടെ, എന്ത് പറഞ്ഞ പ്രശ്നം എന്താണ്? അതേസമയം വിശുദ്ധ ഖുർആൻ വെറും ഒരു ടെക്സ്റ്റ് അല്ല. ലോകത്തെ 200 കോടി വരുന്ന മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് അത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അത് എത്തിച്ചു തന്നത് അള്ളാഹു തെരഞ്ഞെടുത്ത മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകനിലൂടെയാണ്. ഇതാണ് പ്രശ്നം. ഹദീസ് 1400 കൊല്ലം മുമ്പുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന മണലാരണ്യത്തിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യന്റെ വർത്തമാനമല്ല. വർത്തമാനമായിരുന്നുവെങ്കിൽ ഇന്ന് 2024 ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ജനിച്ച ഒരു മനുഷ്യൻ എന്തൊക്കെ കുറെ അന്തക്കേടോ അല്ലെങ്കിൽ വിവരക്കേടോ ഒക്കെ പറഞ്ഞു എന്നിരിക്കാം. അതിവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പ്രശ്നം അതല്ല. മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടേതല്ല വാക്ക്, മുഹമ്മദ് റസൂലുള്ളയുടേതാണ് ആ വാക്ക്. അതുകൊണ്ട് അതും ദൈവവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല കല്യാണം കഴിച്ചു എന്നുള്ളതും ദൈവവുമായിട്ടാണ് ബന്ധം. അതുപോലെ തന്നെ ഖുർആനിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഖുർആൻ ഒരു ടെക്സ്റ്റ് അല്ല, വെറും ഒരു ടെക്സ്റ്റ് അല്ല, അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് പറയുന്നത്, അതിനും അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്. മുഹമ്മദ് നബിയുടെ വചനങ്ങൾ അത് വെറും ഒരു മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വചനങ്ങളല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. അപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ വേ ഉണ്ട്. അള്ളാഹുമായിട്ടാണ് ഇതിനൊക്കെ ബന്ധമെങ്കിൽ നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും നാസ്തികനും ദൈവനിഷേധിക്കും അള്ള ഇല്ലെന്ന് സ്ഥാപിച്ചാൽ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രസക്തി പോയില്ലേ? ഇതിൻ്റെയൊക്കെ പ്രസക്തി പോയല്ലോ. അപ്പൊ ആദ്യം തീരുമാനാകേണ്ടത് ഏതാണ്? പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടോ എന്നാണ് ആദ്യം തീരുമാനാകേണ്ടത്. പ്രപഞ്ചത്തിന് നാഥനില്ലെങ്കിൽ പിന്നെ കല്യാണം പ്രശ്നമില്ല. പ്രപഞ്ചത്തിനൊരു നാഥനില്ലെങ്കിൽ പിന്നെ ഖുർആൻ പ്രശ്നമല്ല. പ്രപഞ്ചത്തിനൊരു നാഥനില്ലെങ്കിൽ പിന്നെ ഹദീസ് പ്രശ്നമല്ല. അപ്പോ നാഥനില്ല എന്നൊരു നാസ്തികൻ അങ്ങോട്ട് തെളിയിച്ചാൽ അവന് ചീട്ടുകൊട്ടാരം പോലെ ഈ വിശ്വാസങ്ങളൊക്കെ വ്യാജമാണ് എന്ന് സ്ഥാപിക്കാൻ എളുപ്പം സാധിക്കും. പക്ഷെ എന്റെ നാസ്തികൻ ആ വഴി തെരഞ്ഞെടുക്കാത്തത് എന്താണ്? നാസ്തികൻ ആ വഴി തെരഞ്ഞെടുക്കാത്തത് അവർ വന്നിട്ട് സാധാരണക്കാരോട് ചോദിക്കുക, ആയിഷ ബിയെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ലോജിക്കിന് നിരക്കുന്നതാണോ? ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? കാഫറുകളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ? കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ജൂത ക്രൈസ്തവരെ മിത്രങ്ങളാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞ വഴി, ദൈവമില്ലെങ്കിൽ ദൈവമില്ല എന്നങ്ങോട്ട് സ്ഥാപിക്കാമല്ലോ പെട്ടെന്ന്. അതിന് പകരം ഈ വഴിയിലൂടെ ദൈവനിഷേധത്തിൽ കൊണ്ടുപോകുന്ന വളരെ തന്ത്രപരമായ സമീപനമാണ് നവനാസ്തികർ പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന് നമ്മൾ തലവെച്ചു കൊടുക്കേണ്ടതില്ല. ഞാൻ പറയുന്നു മുഹമ്മദ് നബി ശരിയല്ല, മാദല്ലാഹ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെതല്ല. അതുപോലെ തന്നെ ഹദീസ് മുഹമ്മദ് നബിയുടെ വെറും വാക്കുകളാണ്. അങ്ങനെ ആണെന്ന് സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ദൈവമില്ല എന്ന് വരില്ല, ദൈവമില്ല എന്ന് വരില്ല. അതിന് പ്രധാന കാരണം മുഹമ്മദ് നബി പ്രവാചകനാണെന്നും വിശുദ്ധ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്നും ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല, ജൂതർ വിശ്വസിക്കുന്നില്ല, ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരന്മാരൊന്നും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ അപ്പോഴും അവർ എന്തിൽ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി ശരിയല്ല, ഖുർആൻ ശരിയല്ല, ഖുർആൻ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിച്ചാൽ പോലും ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഇതൊന്നുമില്ലെങ്കിലും ദൈവം ഇവിടെ ഉണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ ഒഴിച്ചു നിർത്തിയ ബാക്കി ജനസമൂഹവും എന്തിൽ വിശ്വസിക്കുന്നുണ്ട്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. വ്യത്യസ്ത പേരുകളിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാസ്തികർക്ക് അപ്പോൾ ഒന്നുകൂടി എളുപ്പമാണ്. കാരണം ദൈവമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ മതസങ്കല്പങ്ങളും വ്യാജമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ഥാപിക്കാൻ വളരെ എളുപ്പം സാധിക്കും. വളരെ എളുപ്പം സാധിക്കൂലേ? ദൈവമില്ല എന്ന് വന്നാൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ശരിയാണെന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല, ബൈബിൾ ശരിയാണെന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല, ഖുർആൻ ശരിയാണെന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ് അതാത് വിശ്വാസികൾ അവകാശപ്പെടുന്നത്. അപ്പോൾ നിരീശ്വരവാദിക്ക് വളരെ എളുപ്പം സാധിക്കും. ദൈവമില്ല എന്ന് അങ്ങോട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മതവിശ്വാസങ്ങളും മത ആചാര്യന്മാരും മതവേദഗ്രന്ഥങ്ങളും എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. എളുപ്പം പറ്റും. ഏതൊരു വിശ്വാസികളും മുമ്പിൽ ചെന്നിട്ടോ ആദ്യം ദൈവം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ മതി. ക്രിസ്ത്യാനി ആണെങ്കിലും ശരി, ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി,
പക്ഷെ ആ മാർഗം ഇവർ ഇപ്പോൾ സ്വീകരിച്ച് നമ്മൾ കാണില്ല. അതിന് പകരം അവർ പറയുക ഖുർആനിൽ അങ്ങനെയുണ്ട്, ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഹദീസിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ആ ഹദീസിൽ പ്രശ്നമുണ്ട്, ബുഖാരിയിലെ ഈ ഹദീസിൽ പ്രശ്നമുണ്ട്, മറ്റേ മുസ്ലിമിലെ ഈ ഹദീസിൽ പ്രശ്നമുണ്ട്, മൊത്തത്തിൽ പ്രശ്നമുണ്ടെന്ന് ഇവർ പറയും. കാരണം നേർക്ക് നേരെ ചോദിച്ച് അയാളെ ബോധ്യപ്പെടുത്തി അയാളെ ഒരു നിരീശ്വരവാദിയാക്കുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെയാണ് അവർ അതിന് സമീപിക്കുക. എന്തുകൊണ്ടാണ് അവർക്കത് സമീപിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് സമീപിക്കാൻ കഴിയാത്തത്? അവർക്ക് സമീപിക്കാൻ കഴിയാത്തതിന് കൃത്യമായൊരു കാരണമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് പറയുന്നത് ആർക്കെങ്കിലും മറുപടി കൊടുക്കാനല്ല, നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ഒരു അടിത്തറയുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്. അത് ദൈവമെന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും കർത്താവെന്ന് വിളിച്ചാലും പിതാവെന്ന് വിളിച്ചാലും എന്തെന്ന് വിളിച്ചാലും ശരി, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. ഈ നാഥനില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ട് അതിന് തെളിവില്ല എന്നതുകൊണ്ടാണ്. ശാസ്ത്രീയമായിട്ട് അതിന് തെളിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിന് വിശ്വസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. സാധാരണഗതിയിൽ അവരങ്ങനെ പറയാറുള്ളത്, ശാസ്ത്രീയമായിട്ട് തെളിവില്ല. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിനു മുമ്പുള്ളൊരു ഖുതുബയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഒന്നാമത്തേതിൽ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ ആവശ്യപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ അതിന് ശ്രമിക്കുന്നതിലും ഒരർത്ഥമില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. പ്രപഞ്ചാതീതനാണ് ദൈവം. പ്രപഞ്ചത്തിനകത്തുള്ളതല്ല, പ്രപഞ്ചാതീതനാണ്. പ്രപഞ്ചാതീതനായ ഒരു ശക്തിയെ പ്രപഞ്ചത്തിനകത്തുള്ള ടൂളുകളും ഫോർമുലകളും ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവനുണ്ടെങ്കിൽ അവന് ദൈവം എന്താണെന്ന് അറിയാൻ പാടില്ല, അവന് ശാസ്ത്രം എന്താണെന്ന് അറിയാൻ പാടില്ല. കാരണം ശാസ്ത്രം ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളും ദൈവത്തെ കണ്ടെത്താൻ പറ്റിയതല്ല. കാരണം അത് ഈ യൂണിവേഴ്സിനകത്തുള്ളതാണ്, ഈ പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. ഈ അകത്തുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച്, ഈ അകത്തുള്ള ടൂളുകൾ ഉപയോഗിച്ച്, ഈ അകത്തുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച്, ഈ അകത്തുള്ള ഫോർമുലകൾ ഉപയോഗിച്ച് പ്രപഞ്ചാതീതനായ ദൈവത്തെ കണ്ടെത്തുക സാധ്യമേ അല്ല. അതുകൊണ്ട് ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റില്ല. ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് വിവരക്കേടാണ്. അവന് ശാസ്ത്രം എന്താന്ന് പറയാൻ പാടില്ല, അവന് മതം എന്താന്ന് പറയാൻ പാടില്ല, അവന് ദൈവം എന്താന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അതവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ ശാസ്ത്രീയമായ തെളിവ് ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമല്ല എന്ന് നമ്മുടെ മുൻപിൽ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് നബി ഇല്ല പോട്ടെ, ഖുർആനും ശരിയല്ല പോട്ടെ, ബൈബിളും ശരിയല്ല പോട്ടെ, എല്ലാ വേദഗ്രന്ഥങ്ങളും ശരിയല്ല, പക്ഷെ ഈ പ്രപഞ്ചത്തിനൊരു ദൈവമില്ല എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ അയാൾ ബാധ്യസ്ഥനാണ് പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ. അയാൾ ബാധ്യസ്ഥനാണ്. മുഹമ്മദ് നബി ഇല്ല എന്ന് വിചാരിച്ച്, യേശുക്രിസ്തു ഇല്ല എന്ന് വിചാരിച്ച്, ദൈവമില്ല എന്ന് വിചാരിച്ച് ഈ കോസ്മിക് സിസ്റ്റം, ഈ പ്രാപഞ്ചിക വ്യവസ്ഥ, ഈ യൂണിവേഴ്സ് അതൊരു ട്രൂത്താണല്ലോ, അതൊരു റിയാലിറ്റിയാണ്, അതിവിടെ ഉണ്ട് എന്നുള്ളത്. അത് യുക്തിവാദിയും സമ്മതിക്കും, അത് വിശ്വാസികളും സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. അതിവിടെ ഉണ്ട്, നമ്മൾ അവിടെയാണ് ജീവിക്കുന്നത്, നമ്മൾ അതാണ് മുകളിലേക്ക് നോക്കിയാൽ കാണുന്നത്, അതിവിടെ ഉണ്ട്. അപ്പോൾ ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളോട് പറയാൻ ബാധ്യസ്ഥനാണ് ശാസ്ത്രീയമായി ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. ബുദ്ധിപരമായി സത്യസന്ധതയുള്ള ഒരു നാസ്തികൻ, ഒരു എയ്റ്റിസ്റ്റ്, ഒരു നിരീശ്വരവാദി, ഒരു ദൈവനിഷേധി ധാർമ്മികമായി ബാധ്യസ്ഥനാണ് പ്രപഞ്ചമില്ല എങ്കിൽ ഈ കോസ്മിക് സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് പറയാൻ അയാൾ ശാസ്ത്രീയമായി ബാധ്യസ്ഥനാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദൈവത്തെ നിഷേധിക്കുന്നത് ശാസ്ത്രീയമായി തെളിവില്ല എന്ന കാരണത്താലാണ്. അപ്പൊ പിന്നെ ഇത് ഉണ്ടായത് ശാസ്ത്രീയമായതാണെന്ന് തെളിയിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല നാസ്തികരുടെയും വിചാരം അവരോട് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായ ഒരു മറുപടി പറയും, ഒരു ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഈ സാധനം ഉണ്ടായത് എന്ന് പറയും. അതാണ് സാധാരണ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ അതേ പറയുന്നത്. ഈ ബിഗ് ബാങ് തിയറി ലോകത്ത് 2 തിയറികളാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് നിദാനമായി അവതരിപ്പിച്ചിരുന്നത്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണ്. ആദ്യകാലങ്ങളിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയെ കുറിച്ചാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാൽ
ഈ പ്രപഞ്ചം ഉണ്ടായതല്ല, ഇത് പണ്ട് മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ തുടങ്ങിയത് എങ്ങനെയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. യുക്തിവാദികൾക്ക് നിരീശ്വരവാദികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ആ തിയറിയോടാണ്. കാരണം പിന്നെ ബുദ്ധിമുട്ടില്ല, ഇതിവിടെ ഉണ്ടായതാണ്, തീർന്നല്ലോ, പ്രശ്നം തീർന്ന്. പക്ഷെ ശാസ്ത്രം അവിടെ നിന്ന് മുന്നോട്ട് പോയി. ശാസ്ത്രം ഇപ്പൊ പ്രപഞ്ചം എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഈ യൂണിവേഴ്സ് ഇവിടെ ഉണ്ടായത് എന്നാണ്. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ചത്. നമ്മൾ സാധാരണ പറയാറുള്ളത് എക്സ്പ്ലോഷനെ കുറിച്ചാണ്, പൊട്ടിത്തെറിച്ചു എന്നാണ് പറയാറ്. പറയുന്നത് അങ്ങനെയാണെങ്കിലും വസ്തുത എക്സ്പ്ലോഷൻ അല്ല, വസ്തുത എക്സ്പാൻഷനാണ്. വികസിക്കുകയാണ് ചെയ്തത്, അല്ലാതെ പൊട്ടിത്തെറിക്കല്ല ചെയ്തത്. പറയുമ്പോൾ ബിഗ് ബാങ് ആ വാക്കുമൊക്കെ ഒരു പൊട്ടിത്തെറിയെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ എക്സ്പ്ലോഷൻ അല്ല, പൊട്ടിത്തെറിയല്ല ഉണ്ടായത്, വികസിക്കുകയാണ് ഉണ്ടായത്. ഇതൊന്നുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം, ഭൂമിയല്ല പ്രപഞ്ചം, എല്ലാറ്റിനെയും കൂടി ഞെക്കി അമർത്തി ഒരു പോയിന്റിലേക്കാക്കിയാൽ, അതൊന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഭൂമി എല്ലാം കൂടി ഞെക്കി ഒതുക്കി കംപ്രസ് ചെയ്ത് ഒരു പോയിന്റിലാക്കിയാൽ ശാസ്ത്രം പറയുന്നു ആ പോയിന്റാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്ന് പിന്നെ വികസിക്കുകയായിരുന്നു എന്നാണ്. ആ പോയിന്റിനെ കുറിച്ചാണ് സാധാരണ പറയുന്നത് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു സിംഗിൾ എൻറ്റിറ്റിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഒരു പോയിന്റിൽ നിന്ന്. ഇതൊക്കെ കൂടി ഒതുക്കിയാൽ എങ്ങനെ ഇരിക്കുമോ അതിൻ്റെ പരമാവധിയിൽ എത്തിച്ചൊരു പോയിന്റ്, ഒരു സിംഗിൾ ഒരു എൻറ്റിറ്റി, അതിനെ സിംഗുലാരിറ്റി എന്ന് പറയും. മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്, സങ്കീർണതകൾ ഒഴിവാവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ നിന്നാണ് ഇതൊക്കെ വികസിച്ചത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇവിടെ നിന്നാണ് ഇവിടെയൊക്കെ വികസിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അതിന് ശാസ്ത്രീയമായിട്ട് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, ദൈവം എവിടെയെന്നല്ല, പ്രപഞ്ചം എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ടുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും നാസ്തികനൊക്കെ പറയും അത് ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായി. മൂപ്പരുടെ വിചാരം ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നതോടുകൂടി എല്ലാം ആൻസറായി എന്നാണ്. എല്ലാം ആൻസറായി, ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായി. ദൈവം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഉണ്ടായി? അത് ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായി എന്നാണ്. ബിഗ് ബാങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം ദൈവത്തെ കണ്ടെത്താൻ നടക്കുന്ന ഒരു ശാഖയുടെ പേരല്ല ശാസ്ത്രം. ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ നടക്കുന്ന ഒരു ശാഖയുടെ പേരല്ല സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം അവർ കണ്ടെത്തലുകൾ നടത്തുകയാണ്, കണ്ടെത്തിയത് അവരങ്ങോട്ട് പറയും. അല്ല ദൈവം ഉണ്ടോ ഇല്ലെന്ന് അന്വേഷിച്ച് നടക്കുക എല്ലാവരും. അതുകൊണ്ട് കണ്ടെത്തിയത് പറയലാണ് ശാസ്ത്രത്തിന്റെ പണി, അല്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പറയലല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശാസ്ത്രം ഒരിടത്ത് വെച്ചും ഇക്കാലകണ്ട അളവിൽ പറഞ്ഞിട്ടില്ല ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ശാസ്ത്രത്തിന്റെ പണിയല്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കല്. ശാസ്ത്രത്തിന്റെ പണി കണ്ടെത്താൻ നടക്കലാണ്. ആ ഇന്ന് കണ്ടെത്തിയത് അവർ വിളിച്ചു പറയും, നാളെ മറ്റൊന്ന് കണ്ടെത്തിയാൽ അത് വിളിച്ചു പറയും, മറ്റേത് വേറൊന്ന് കണ്ടെത്തിയാൽ അത് വിളിച്ചു പറയും. അല്ലാതെ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കലല്ല. എന്ന് മാത്രമല്ല, ഒരു കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളാണ് എന്നതാണ്. ഇന്ത്യയിൽ അടക്കമുള്ള ലോകത്തുള്ള കഴിഞ്ഞുപോയതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ സയന്റിസ്റ്റുകളെല്ലാം മൃഗീയ ഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളാണ് എന്നതാണ് സത്യം. അതാണ് അതിൻ്റെ തമാശ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാഖയുടെ പേരല്ല. ശാസ്ത്രത്തിന്റെ പണി ദൈവം ഇല്ല എന്ന് കണ്ടെത്തലല്ല, ശാസ്ത്രത്തിന്റെ പണി കണ്ടെത്തിയത് പറയലാണ്. ആ ശാസ്ത്രം ആ പണി ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. അവർ കണ്ടെത്തി എന്ത്? ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം സാന്ദ്രതയും ചൂടുമുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇത് വികസിച്ചുണ്ടായത്. വിശുദ്ധ ഖുർആൻ അത്ഭുതകരമെന്നോണം വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനത് താറതകൻ വഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അവലം യറല്ലദീന കഫറു, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ കാണുന്നില്ലേ, അന്നസ് സമാവാതി വൽ അർള കാനത് താറതകൻ വഫതഖനാഹുമാ, ആകാശവും ഭൂമിയും, ആകാശങ്ങളും ഭൂമിയും, വാനലോകവും ഭൂമിയും എല്ലാം ഒട്ടിച്ചേർന്ന് ഒന്നായിരുന്നു. ഫഫതഖനാഹുമാ, പിന്നീട് ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
വജഅൽനാ മിനൽ മായി കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുമിനൂൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ജലത്തിൽ നിന്നാണ് എന്ന് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കുറച്ച് നേർക്ക് നേരെ കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം കൂടി ഒന്നിച്ചായിരുന്നു. ഇതാണ് ഈ സിംഗുലാരിറ്റി, ഇതാണ് സിംഗിൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്, ഏകാസ്തിത്വം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ആയിരുന്നു ആദ്യം. അവിടെ നിന്ന് അത് വികസിക്കുകയായിരുന്നു. ഞാനതിനെ സെപ്പറേറ്റ് ചെയ്തു. അത് ഖുർആനിന്റെ ഒരു ഭാഷ ആ കാലത്തെ ജനങ്ങൾക്ക് മനസ്സിലാവണം, ഈ കാലത്തെ ജനങ്ങൾക്ക് മനസ്സിലാകണം. ഈ കാലത്തെ ജനങ്ങൾ ഈ കാലത്തെ രീതിയിൽ അത് റീഡ് ചെയ്യണം. അതാണ് വേണ്ടത്. ഈ കാലത്തെ രീതിയിൽ അത് റീഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ പോലെ അക്ഷരം വായിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഖുർആൻ വായനക്കുണ്ട് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വായിക്കണം. കാരണം ഖുർആൻ എല്ലാ കാലത്തേക്കും ഉള്ളതായതുകൊണ്ട് അതിനെ കാലിക വായന നടത്താൻ നമ്മൾ എന്ന് വിചാരിച്ച് ഇല്ലാത്ത ഒന്നിനെ ഒപ്പിച്ച് വായിക്കേണ്ട കാര്യമില്ല. ഇത് അല്ലാഹ് തന്നെ പറഞ്ഞതാണ്. വാനലോകവും അതുപോലെ തന്നെ ഭൂമിയും എല്ലാം ഒട്ടിച്ചേർന്ന് ഒന്നായിരുന്നു. ശാസ്ത്രത്തിന്റെ ഏറ്റവും മോഡേൺ സയന്റിഫിക് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, ശാസ്ത്രത്തിന്റെ ഏറ്റവും ആധുനികമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നായിരുന്നു ഇതിന്റെ വിഭജനം എന്നാണ്. ഈ തിയറി പറയുന്നതോടുകൂടി എല്ലാമായി എന്നാണ് നാസ്തികൻ വിചാരിക്കുന്നത്. നാസ്തികൻ വഴിമുട്ടുന്നത് ഇവിടെയാണ്. നാസ്തികന്റെ എല്ലാ വാദ ആർഗ്യുമെന്റുകളും ബ്രേക്ക് ഡൗൺ ആകുന്നത് ഇവിടെയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രം ആ പോയിന്റിൽ നിന്ന് തുടങ്ങിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശാസ്ത്രം എവിടെയും പറഞ്ഞിട്ടില്ല ആ പോയിന്റ് അവിടെ എങ്ങനെ ഉണ്ടായി എന്ന്. പക്ഷേ നാസ്തികൻ അത് പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം നാസ്തികൻ ദൈവത്തെ നിഷേധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പോയിന്റ് അവിടെ എങ്ങനെ വന്നു എന്ന് പറയാൻ ലോകത്തെ എല്ലാ നാസ്തികരും ബാധ്യസ്ഥനാണ്. നാസ്തികരാരും അതെങ്ങനെ വന്നു എന്ന് പറയുന്നത് നമ്മൾ കാണുകയേയില്ല. ഇവിടെയാണ് അവരുടെ എല്ലാ ആർഗ്യുമെന്റുകളും ബ്രേക്ക് ഡൗൺ ആകുന്നത്. ഇത് അറിയാവുന്നവരുടെ സംസാരിച്ചാലേ ഇത് ചോദിക്കുള്ളൂ. സാധാരണ പാവപ്പെട്ട നിസ്കരിച്ച് നോമ്പൊടിച്ചടക്കുന്നത് സാധാരണക്കാരനോട് സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവൻ തലയിറങ്ങി വീഴും. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ തന്നെ നട്ടം തിരിഞ്ഞു പോകും. പിന്നെ എന്തോന്ന്, അപ്പൊ പിന്നെ നമ്മളെന്തായാലും തോറ്റ്. ഇങ്ങനെ ഒരു മാപ്പ് സാക്ഷിത്വത്തോടു കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസികൾ ഇതിനെ അഡ്രസ്സ് ചെയ്തിരുന്നത്. വിശ്വാസികൾ അങ്ങനെയാണ്. എന്നാൽ പുതിയ കാലത്ത് അങ്ങനെയൊന്നും അഡ്രസ്സ് ചെയ്യേണ്ട, മാപ്പ് സാക്ഷിത്വത്തോടു കൂടി ഒന്നും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. സിംഗുലാരിറ്റിയെ കുറിച്ച് ശാസ്ത്രം ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഏറെക്കുറെ അതിനോട് സമാനമായ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോഴും എന്തു പറഞ്ഞിട്ടില്ല ശാസ്ത്രം? ഈ സിംഗുലാരിറ്റി അവിടെ എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇവരുടെ ആചാര്യന്മാരായിട്ടുള്ള വൈശാഖൻ തമ്പി എന്ന് പറയുന്ന ശ്രീ വൈശാഖൻ തമ്പി പോലും ഇത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സിംഗുലാരിറ്റിയിൽ കൊണ്ടുവന്ന് വച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം പറയുന്നത്, ഓഡിയൻസിനോട് പറഞ്ഞത് ബാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവൂല എന്നാണ്. മനസ്സിലാവും. ഇതെന്നെ നമുക്കും അവരോട് പറയാനുള്ളത്, ദൈവത്തിനെ വിശദീകരിക്കും ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. വൈശാഖൻ തമ്പി പറഞ്ഞാൽ മനസ്സിലാവൂല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഒരു വിശ്വാസി എന്നിട്ടും ഈശ്വരന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ ഒരു എൻറ്റിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണ്. ശ്രീ വൈശാഖൻ തമ്പി പറഞ്ഞാൽ അത് ശാസ്ത്രമാണ്. അതെങ്ങനെ ശരിയാവുക? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ ബുദ്ധിപരമായി സത്യസന്ധതയുള്ള നാസ്തികൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഒരുപടി ആളുകൾ ഏറ്റവും കൂടിയാൽ, ഈ ലോകത്തൊരു മനുഷ്യന് ഏറ്റവും കൂടിയാൽ പറയുക എനിക്കറിയില്ല ദൈവമുണ്ടോ ഇല്ലേന്ന്. നമ്മുടെ ശ്രീ എം എൻ കാരശ്ശേരി പറയുന്നതാണല്ലോ, എനിക്കറിയില്ല ദൈവമുണ്ടോ ഇല്ലേന്ന് എന്നാണ്. അതേപോലെ തന്നെ അതിനാണ് ആഗ്നോസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒരു തീർപ്പില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട്. എം എൻ കാരശ്ശേരി അടക്കമുള്ള അത്തരം ആളുകളെ കുറിച്ചാണ് കേരളത്തിലെ നാസ്തിക ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ രവിചന്ദ്രൻ പറഞ്ഞത് സ്പൈൻലെസ് എത്തിസ്റ്റ് എന്ന് പറഞ്ഞത്. നട്ടല്ലില്ലാത്ത നിരീശ്വരവാദികൾ, നട്ടല്ലില്ലാത്ത എത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞത് അവരെ കുറിച്ചാണ്. അത് വേറെ വിഷയമാണ്, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത് ബാധ്യതയുണ്ട് ഇതെങ്ങനെയാണ് എന്ന് പറയാൻ. ഇത് പറയാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഒരാളുടെ മുമ്പിലും വിശദീകരിച്ചു കൊടുക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു എത്തിസ്റ്റിന് കഴിയില്ല. ഈ സിംഗുലാരിറ്റി എന്താണ്, ആ സിംഗുലാരിറ്റിക്ക് മുൻപ് എന്തായിരുന്നു എന്ന് പറയാൻ ഇന്ന് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരു എത്തിസ്റ്റിനും തൃപ്തികരമായ മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുക അറിയില്ല, ദൈവമുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയാനേ കഴിയുള്ളൂ, അല്ലെ ദൈവമില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവവിശ്വാസി എങ്ങനെയാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, എന്തൊക്കെ യുക്തി ഉപയോഗിച്ചിട്ടാണോ ദൈവത്തിൽ വിശ്വസിക്കുക, അതിനേക്കാൾ അത്ര പോലും യുക്തിയില്ല ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ യുക്തിക്ക്. അത് വേറെ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കാൻ സന്നദ്ധമാകണം.
ശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് തന്നെ കാര്യങ്ങൾ പഠിക്കാൻ സന്നദ്ധമാകണം. നമ്മൾ ആരുടെയും മുമ്പിൽ തലകുനിച്ചു കൊടുക്കേണ്ടതില്ല. ശാസ്ത്രം തെളിയിക്കട്ടെ ദൈവമില്ല എന്ന്. അന്ന് നമുക്ക് ദൈവമില്ല എന്ന് വിളിച്ചു പറയാം. ഇപ്പോൾ കാല് മാറ്റി ചവിട്ടാനോ അഭിപ്രായം മാറ്റാനോ നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇതിന് തെളിവ്. വെറുതെ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് ശരിയായില്ല, അതേപോലെ തന്നെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, ഹദീസിൽ മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ വളഞ്ഞ വഴി സ്വീകരിക്കാൻ നമ്മൾ തലവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കേണ്ടത് ഇതെല്ലാം ഉണ്ടാകുന്നത് ദൈവം ഉണ്ടാകുമ്പോഴാണ്. ദൈവമില്ലെങ്കിൽ ഇതൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ മുഹമ്മദ് നബിയില്ല, മുഹമ്മദേ ഉള്ളൂ. ദൈവമില്ലെങ്കിൽ ഒരു പുസ്തകമേ ഉള്ളൂ, ഖുർആനില്ല. ദൈവമില്ലെങ്കിൽ പിന്നെ ഹദീസില്ല, മുഹമ്മദിന്റെ ഏതോ വചനങ്ങളേ ഉള്ളൂ. ദൈവമില്ലെങ്കിൽ പിന്നെ യേശുവില്ല. ദൈവമില്ലെങ്കിൽ പുണ്യപുരുഷന്മാരില്ല. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലേ എന്നാണ് ആദ്യം തീരുമാനമാകേണ്ടത്. എല്ലാറ്റിലും ആദ്യം തീരുമാനമാകേണ്ടത് ദൈവമുണ്ടോ ഇല്ലേ എന്നാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് നമ്മൾ ഏതൊരു നാസ്തികനോടും പറയേണ്ടത്. അതല്ലാതെ വിശ്വസിക്കുന്ന ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളോട് പിന്നെ ചോദിച്ചു വന്ന് അവനെയും കൂടി നാസ്തികനാക്കി വിടുന്ന സമീപനം നമ്മൾ ഒരിക്കലും എടുക്കരുത്. അവനോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പോരാടുന്ന ആളുകൾക്ക് അള്ളാഹു ധൈര്യവും മനസ്സമാധാനവും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.